വന്യജീവി പ്രശ്നങ്ങളിൽ കേന്ദ്രവുമായി സംസാരിച്ച് പരിഹാരം കാണുമെന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒ.ആർ. കേളു. വയനാട് മെഡിക്കൽ കോളേജിന് ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടിക വകുപ്പ് ക്ഷേമ മന്ത്രിയായാണ് കേളു ചുമതലയേറ്റത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് നിയുക്ത മന്ത്രിയായി ഒ.ആർ. കേളു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതേ ഉള്ളൂ. ഇനി വകുപ്പ് തീരുമാനിക്കേണ്ടത് അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വകുപ്പ് തീരുമാനിച്ച് അത് ഗവർണർക്ക് നൽകും. ഗവർണർ രാജ്ഭവനിൽ നിന്നും അത് നോട്ടിഫിക്കേഷനായി ഇറക്കുമ്പോൾ മാത്രമാണ് ഒ.ആർ. കേളുവിന് ഏതായിരിക്കും വകുപ്പ് എന്നുള്ള കാര്യത്തിൽ അന്തിമമായി തീരുമാനം ഉണ്ടാവുക. പക്ഷേ നിലവിൽ കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിലാണ് കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ വകുപ്പുകളിൽ അത് 3 മന്ത്രിമാർക്കായി വിഭജിച്ചു നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പായിരിക്കും ഒ.ആർ. കേളുവിന് ലഭിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പുറത്തിറങ്ങി ആദ്യം മാധ്യമങ്ങളെ കണ്ട മന്ത്രി പറഞ്ഞത് വയനാടിന് മന്ത്രിയെ ലഭിച്ചതിൽ വയനാട്ടിൽ മന്ത്രി ഇല്ലായിരുന്നു. വയനാട്ടിൽ മന്ത്രി ലഭിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്, സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിലവിൽ അവിടെ അനുഭവിക്കപ്പെടുന്ന വന്യജീവി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടി വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി സംസാരിച്ച് ഒരു ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കൊക്കെ തന്നെ ചികിത്സ കിട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് കുറച്ചുകൂടി ആധുനികവൽക്കരിക്കുന്ന സജ്ജീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ഊന്നൽ നൽകുമെന്നാണ് പ്രഥമ പരിഗണനയിൽ ആദ്യം നൽകിയിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിനു ശേഷം അദ്ദേഹം ഉദ്യോഗസ്ഥ തല യോഗവും വിളിച്ചു ചേർത്ത ബാക്കി കാര്യങ്ങൾ കൂടുതലായി അപ്പോൾ അറിയിക്കാമെന്നതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒ.ആർ. കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി അരികിലുണ്ടായിരുന്നു. സ്പീക്കറും മന്ത്രിമാരും അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം കുടുംബവും ഉണ്ടായിരുന്നു. അദ്ദേഹം രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുകയാണ്. അഞ്ജന, ശരി. വന്യജീവി പ്രശ്നങ്ങളിൽ കേന്ദ്രവുമായി സംസാരിച്ച് പരിഹാരം കാണുമെന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒ.ആർ. കേളു. വയനാട് മെഡിക്കൽ കോളേജിന് ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.